morning guys. Welcome back to our cruise vlog. ഞങ്ങളുടെ പ്രീവിയസ് ക്രൂസ് വ്ലോഗ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക്സിൽ പോയി അത് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വാ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഡേ 4 ആണ്. ഇന്ന് ഞങ്ങൾ ക്രൂസിൽ തന്നെയാണ്. ഞങ്ങൾ എഴുന്നേക്കാൻ ക്രൂസിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നോക്കിയിട്ട് എല്ലാവരും ലേറ്റായി എഴുന്നേക്കാൻ. അപ്പം പപ്പയും അമ്മയും ഡാഡിയും അമ്മയും കൂടെ കഴിക്കാൻ പോയി. ഞങ്ങൾ ഇപ്പം റെഡിയായി വന്നതേ ഉള്ളൂ. ഞങ്ങൾ താഴോട്ട് പോവാണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ജെസ്സിയും ജാസ്മിനും അങ്ങോട്ട് എത്തും. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാം. റോയൽ കരീബിയൻ്റെ ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ റൂം ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മുടെ വെന്യൂ, ഇവൻറ്റ്സ്, ആക്ടിവിറ്റീസ്, റെസ്റ്റോറൻറ്റ്സ്, ഇവൻറ്റ് ടൈമിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ക്രൂസിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രൂട്ട് കൗണ്ടർ കൂടെ ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്, ചക്ക, മാങ്ങ എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര മണമായിരുന്നു. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ആ കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. അമ്മ എക്സൈറ്റഡ് ഫോർ ദ ചക്ക? ചക്ക 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 ചക്ക. നീതു എക്സൈറ്റഡ് ഫോർ ദ ചക്ക? എൻ്റെ ഗൈസ്, ഇവിടെ കുറച്ച് മാങ്ങയും ചക്കയും ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടുന്നെന്ന് വിചാരിച്ചു. ഇത് നോക്കൂ, എന്ത് പാടി ഇത്. ഞങ്ങളിപ്പോൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി വലിയ വിശപ്പൊന്നും ഇല്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ലേറ്റ് ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചക്ക, മാങ്ങ അതിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കഴിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഒരു പേര് നെയിം സേക്കിന് വേണ്ടി ഞങ്ങൾ കഴിക്കാൻ വന്നേക്കാണ്. ഇത് അകത്തേക്ക് പോകാം. സ്റ്റീം ഈ കാണുന്നത് നമ്മുടെ ക്രൂസിൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഇതാണ് നോർത്ത് സ്റ്റാർ എക്സ്റ്റെൻഡഡ് എക്സ്പീരിയൻസ്. ഇത് ഗിന്നസ് ബുക്കിലെ ഹയസ്റ്റ് വ്യൂയിങ് ഡെക്ക് ഓൺ എ ക്രൂസ് ഷിപ്പ് എന്നുള്ള ടൈറ്റിൽ നേടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു ജുവൽ ഷേപ്പ് ക്യാപ്സ്യൂൾ ആണ്. 300 ഫീറ്റ് അബവ് ദ സീ ലെവൽ ആണ്. ഇത് നമുക്ക് 360 ഡിഗ്രി വ്യൂ തരും. ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. ഞങ്ങളിപ്പോ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കുറച്ച് നേരമായിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ സ്കൈ പാഡ് കാണാൻ വന്നു. ബേബി കൂളായിട്ട് പോകുന്നുണ്ട്. എന്താ ബേബി? നേരെ നടന്നോ, നേരെ നോക്കി നടന്നോ, അങ്ങോട്ട് നോക്കണ്ട. നേരെ നോക്കി, താഴോട്ട് നോക്കിയാ പോയി. താഴോട്ട് നോക്കിയിട്ട് മതി. ഇവിടെ പിടിച്ചോ, ഇവിടെ സൈഡിൽ പിടിച്ചോ. അവിടെ ഒരു പൊട്ടലുണ്ട്. ഇത് ഷിപ്പിന്റെ സ്റ്റേൺ പോർഷൻ ആണ്. നമുക്ക് എന്ത് ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ. അപ്പം ഇനി ഞങ്ങൾ വേറെ എന്തൊക്കെ ക്രൂസിൽ കാണാൻ നോക്കാം. നമ്മുടെ ക്രൂസിന്റെ ഡെക്ക് 15 ഈ സ്കൈ പാഡിനോടൊപ്പം തന്നെ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഫ്ലോ റൈഡർ. ഇതെന്ന് പറഞ്ഞ ഒരു സർഫിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ iFly ഉണ്ട്. ഇത് നമുക്കൊരു സ്കൈ ഡൈവിംഗ് എക്സ്പീരിയൻസ് തരും.
ഈ കാണുന്നത് ഈ ഡെക്കിലെ ആർക്കേഡ് ആൻഡ് സ്പോർട്സ് ഏരിയ ആണ്. അതുപോലെ തന്നെ പുറത്ത് റോക്ക് ക്ലൈംബിങ്ങും ഉണ്ട്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മുടെ ബിൽസ് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗസ്റ്റ് സർവീസസ് ഏരിയയിൽ വന്നു. നമുക്ക് ഈ ക്രൂസിൽ ഇന്റർനെറ്റ് ആക്ച്വലി പാക്കേജ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന്റെ ബില്ല് നമ്മുടെ സീപാസ് കാർഡിലേക്കാണ് ആഡ് ചെയ്യുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും നമ്മുടെ ഈ കാർഡിലേക്ക് ആഡ് ചെയ്യും. വേറെ നമുക്കുള്ളത് ഗ്രാറ്റുവിറ്റി ആണ്. അത് കമ്പൽസറി പേയ്മെന്റ് ആണ്. അത് പോകുന്നത് ഇവിടുത്തെ ക്രൂസ് സ്റ്റാഫിനാണ് നമ്മൾ ഈ 4 days സെർവ് ചെയ്തതിന്. അപ്പൊ അതെല്ലാം സെറ്റിൽ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം നമ്മളൊന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. കാരണം 10 o'clock ആകുമ്പോൾ അവർ ലഗേജ് എല്ലാം എടുക്കാൻ വരും. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി പൂളിൽ ചാടാൻ പോവാണ്. കുഞ്ഞാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു, പൂളിൽ ചാടാം എന്ന് പറഞ്ഞ്. അപ്പം അവനെ ഒന്ന് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ പൂളിലേക്ക് വന്നു. എല്ലാവരും ഉണ്ട് പുറയിലായിട്ടും മുമ്പിലായിട്ടും ഒക്കെ. ഞങ്ങൾ ആക്ച്വലി പൂളിൽ ചാടാൻ വന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആയി, ടൈം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ജക്കൂസിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ചൂട് വെള്ളമാണല്ലേ. ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പോയി കഴിക്കാനൊരു മടിയായിരുന്നു. സ്വീറ്റ് റൂമിന് ഇങ്ങനെ ഒരു പ്രിവിലേജും കൂടെ ഉണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്തു. കഴിച്ചിട്ട് നേരെ ഫ്ലാറ്റായി. പക്ഷെ ഇല്ല ഗൈസ്, ഞങ്ങൾ ഫ്ലാറ്റ് ആയില്ല ഗൈസ്. പേരൻസിനെ കിടത്ത് ഉറക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ബിക്കോസ് ഇത് ലാസ്റ്റ് നൈറ്റ് ആണല്ലോ ക്രൂസിലെ. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് ഓർത്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ മ്യൂസിക് ഹാളിൽ ചെന്നു. അവിടെ DJയും ഡാൻസ് വാറും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറെ എൻജോയ് ചെയ്ത് അവിടെ അങ്ങ് നിന്നു. കുഞ്ഞിനെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മറക്കാൻ പറ്റാത്ത ട്രിപ്പായിരുന്നു. ഒരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഐ വുഡ് സേ എല്ലാവരും ഇങ്ങനെ ഒരു ക്രൂസ് ട്രിപ്പ് ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഞങ്ങളുടെ ക്രൂസിന്റെ ലാസ്റ്റ് നൈറ്റ് ആണെന്നുള്ള വിഷമത്തിൽ ഞങ്ങൾ റൂമിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ ഡോണ്ട് ക്രൈ ബിക്കോസ് ഇറ്റ്സ് ഓവർ, സ്മൈൽ ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് എന്നാണല്ലോ. സോ സ്മൈലിംഗ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ട്രിപ്സ് ടു കം. സോ അൺടിൽ വി സീ ഇൻ എ നെക്സ്റ്റ് വീഡിയോ, ബൈ.